ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഓണം എന്നത് തന്നെയാണ്. ഇന്ന് ഒന്നാം ഓണം. ഞങ്ങളുടെ ഇവിടെ ഞാൻ ഓർത്തതേ ഭയങ്കര തണുപ്പായിരിക്കും. ഇന്നലെയൊക്കെ ഭയങ്കര ഫ്രീസിങ് കോൾഡായിരുന്നു. പക്ഷേ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് ഇന്ന് വെതർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വെയില, നല്ല വെയില. അപ്പോൾ ഞാൻ എന്താണ് ഡിസൈഡ് ചെയ്തത് നിങ്ങൾക്കറിയാം. പതിവ് പോലെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയി. കണ്ടോ, ഞാൻ ഇന്ന് സാൻഡൽസും ഇട്ടു. കാരണം ഞാൻ എപ്പോഴും ഷൂ ആണ് ഇടുന്നത്. കാരണം ഇവിടുത്തെ തണുപ്പ് കൊണ്ട് നമുക്ക് ഷൂവും സോക്സും മസ്റ്റാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കുഞ്ഞ് ജാക്കറ്റ് ഇട്ടു. ഈ ജാക്കറ്റിൻ്റെ കൈയാകട്ടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. കണ്ടോ, അപ്പം നമുക്ക് നമ്മുടെ സ്കിന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു തിന്നായിട്ടുള്ള ഒരു ബ്ലേസറാണ്. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഓണത്തിന് റീന എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നാം ഓണത്തിന് റീന എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. മാത്രവുമല്ല, ലണ്ടനിൽ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ഓണം എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ചെറിയൊരു സംശയം ഉണ്ടാകാതിരിക്കില്ല. അപ്പോൾ അതിനുള്ള മറുപടി. ഇന്ന് ഒന്നാം ഓണമായിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്തു. എന്താണ്? ചെറുതായിട്ടൊരു ഷോപ്പിംഗ് നടത്തി. ചെറുതായിട്ട് മാത്രമല്ല, കുറച്ചധികം തന്നെയാണ്. ഞാൻ ഈ കമ്മലിട്ടത് ഓണം പ്രമാണിച്ച. കണ്ടോ, ജിമിക്കി കമ്മൽ, എൻ്റെ ഈ ജിമിക്കി കമ്മൽ. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. പതിവ് പോലെ എൻ്റെ ബാസ്ക്കറ്റ് കണ്ടോ, ചുണ്ടുള്ള ബാസ്ക്കറ്റാണ്. ഇത് ദുബായിലെ ലുലു മാളിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ലുലു മോൾ ദുബായ്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. ടടാ ടടാ ടടാ, ഞാൻ കാണിച്ചു തരട്ടെ എന്താ ഞാൻ മേടിച്ചതെന്ന്. ബ്ലൗസ്. ഞാനും കണ്ടുപിടിച്ചു ഓണത്തിനിടാനുള്ള നല്ലൊരു ബ്ലൗസ്. കെട്ടൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ സിൽക്ക് തുണിയിലുള്ള ചുമന്ന ബ്ലൗസ്. പിന്നെ ഇവിടുന്ന് ഒരു സാരിയും മേടിച്ചു. 12 പൗണ്ടേ ആയിട്ടുള്ളൂ. കണ്ടോ, ഈ സാരി 12 പൗണ്ടിന് കിട്ടി. കണ്ടോ, ഓണസാരിയാ. ഞാൻ ഇത് എടുത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യൂ കേട്ടോ, ഡോണ്ട് വറി. അപ്പം ഇത് മേടിച്ചു. ഇത് വാങ്ങിയത് എവിടെ നിന്നായിരിക്കാം എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. ലണ്ടനിൽ വെംബ്ലിയിലുള്ള വെനിസൺസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. വെനിസൺസ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഞാൻ ഇത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ടടാ ടടാ ടടാ, എന്താ ഞാൻ മേടിച്ചത്? കുറേ ഏത്തപ്പഴം. അതൊക്കെ എനിക്ക് കഴിക്കാനുള്ള സാധനമാണ്. പക്ഷേ വേറൊന്നും ഞാൻ മേടിച്ചു. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, വേറൊരു കമ്മൽ ഞാൻ മേടിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ ബാങ്കിളൊന്നും ഇടാറില്ല കേട്ടോ. കാരണം നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രി അല്ലേ, അപ്പം നമുക്ക് ജുവലറി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ എനിക്കും കിട്ടി ബാങ്കിൾസ്. ഞാൻ ഈ ബാങ്കിൾസൊക്കെ ഇട്ടിട്ട് 2 വർഷത്തിൽ കൂടുതലായി കേട്ടോ ചങ്കുകളെ. ഞാനതുകൊണ്ട് ഈ ബാങ്കിൾസ് വാങ്ങി കേട്ടോ. ഇത് ഞാൻ ഇട്ട് നിങ്ങളെ കാണിക്കാം. ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിങ്ങനെ ഒന്നിച്ചിട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട്, വളക്കിലുക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ. വള ഇതെല്ലാം ഞാൻ മേടിച്ചു. ഈ ചുമന്ന ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുള്ള സിൽക്ക് ബ്ലൗസാണ്. അതിൻ്റെ കൈ കണ്ടാൽ നിങ്ങൾ കണ്ടോ, ഈ പാറ്റേണിലുള്ള ബ്ലൗസാണ്. അപ്പം ഞാനിത് മേടിച്ചത് ഓണത്തിനിടാൻ വേണ്ടിയിട്ടാണ്. വലിയ വിലയൊന്നും ആയിട്ടില്ല, ഒരു 13 പൗണ്ടേ ആയുള്ളൂ. നിങ്ങൾക്ക് UK ഉള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞ് പതിവ് പോലെ ഞാൻ മേടിച്ചത്. അപ്പം ഈ ആഴ്ച ഞാൻ വീണ്ടും എൻ്റെ ഏത്തപ്പഴം മള്ളിയുള്ള ഞാൻ മല്ലിയും മേടിച്ചു. ഇത് കൊള്ളാവോ ചങ്കുകളെ? അപ്പം ഇതൊക്കെ ഞാൻ മേടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒന്നാമത്തെ ഓണത്തിന്, അതായത് ഉത്രാട ദിവസം, ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് ഷോപ്പിംഗ് നടത്തി എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കണം, ഇവിടെയും നല്ല രീതിയിലുള്ള ബ്ലൗസ്, കേരള സാരിയൊക്കെ എനിക്കും കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഞാൻ ഈ സാൻഡൽ വിട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചങ്കുകളെ? ഇഷ്ടപ്പെട്ടോ? എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ
എൻ്റെ അപ്പൻ കട്ടോണ്ടു പോയി. അപ്പോൾ നാളെ തിരുവോണത്തിന് റീനയുടെ സ്പെഷ്യൽ തിരുവാതിരക്കളി കാണാം. കേട്ടോ കേട്ടോ ചങ്കുകളെ, മറക്കരുത് അത് കാണാൻ. സബ്സ്ക്രൈബ് ചെയ്യുമോ ചങ്കുകളെ? ഞാൻ പിഴക്കമോ? സബ്സ്ക്രൈബ് ചെയ്യുമോ? അങ്ങോട്ട് ചെയ്യും.